ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നല്ല പ്രഭാതത്തിൽ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞ് മുൻപോട്ടുള്ള ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു വലിയവനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കരുതലുകളുടെ നടുവിലാണ് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ആയിരിക്കുന്നതെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയാതെ പോകരുത്. ഭയപ്പെടരുത് എന്നുള്ള ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുമ്പോൾ മുൻപിലുള്ള വൈരുദ്ധ്യങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം നമ്മുടെ ഉള്ളിൽ പകർന്ന് നാം എവിടെയാണ് നിൽക്കേണ്ടതെന്നും എവിടെയാണ് യാത്ര ചെയ്യേണ്ടതെന്നും എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പകർന്നു തന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ നിയോഗത്തിൽ കരം പിടിച്ചു നടത്തുന്ന ഒരു വലിയ കർത്താവിനെയാണ് നാം കണ്ടുമുട്ടിയിരിക്കുന്നത്. ഈ തിരുവചനത്തിലൂടെ അതേ ദൈവവചനം നമ്മെ ഉറപ്പു തരികയാണ്. മുൻപോട്ട് പോകുവാൻ അധൈര്യപ്പെടുന്ന ഏതെങ്കിലും മേഖലകളിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ ഭയപ്പെടരുത്, മുൻപോട്ട് പോകുവാൻ ഒരുങ്ങുക. അതിനായി ഈ പകൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.